ഹലോ എവ്രി വൺ. കാലാവസ്ഥ മാറി കാറ്റ് വീശുന്ന സമയമായി. ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ ഒട്ടേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തണുപ്പ് കാലം ആയതിനാൽ പല ആളുകളും കുളിക്കുമ്പോൾ ചുടുവെള്ളം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചുടുവെള്ളം ഉപയോഗിക്കുമ്പോൾ തൊലിക്ക് സംരക്ഷണം കൊടുക്കുന്ന നാച്ചുറൽ ഓയിൽസ് സ്കിന്നിലുണ്ട്. ഇത് നഷ്ടപ്പെടാൻ കാരണമാവുകയും തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുളിക്കുമ്പോൾ ചുടുവെള്ളം ഉപയോഗിക്കരുത്. അതേപോലെ കുളിക്കുന്ന സമയത്ത് തേങ്ങ, ചകിരി പോലെയുള്ള റഫായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഉരക്കുകയാണെങ്കിൽ തൊലിപ്പുറമേയുള്ള കൊഴുപ്പ് കൊണ്ട് നഷ്ടമാവുകയും ഇത് സ്കിൻ പ്രോബ്ലംസ് വഷളാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉരച്ചു കുളിക്കരുത്. നിർബന്ധമാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ആകാം. അത് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, സോഫ്റ്റ് ക്ലോത്തുകളോ അല്ലെങ്കിൽ റഫ് അല്ലാത്ത രീതിയിലുള്ള ചിക്കുന്ന വസ്തുക്കൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണ ആകാം. അടുത്തതായി സോപ്പിന്റെ ഉപയോഗമാണ്. സോപ്പ് പലപ്പോഴും സ്കിൻ ഡ്രൈനസ് ഉണ്ടാക്കുന്ന നമ്പർ 1 കാരണമാണ് എന്ന് പലർക്കും അറിയാറില്ല. സോപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും സ്കിൻ pH ലെവലിലേക്ക് മാച്ച് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്കിന്നിന് സ്വന്തമായി റിന്യൂ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന തൊട്ടാൽ കിട്ടുന്ന ഈ കോശങ്ങൾ 40-45 ദിവസങ്ങൾക്ക് മുൻപ് തൊലിയുടെ ഉൾഭാഗത്തെ ലെയറുകളിലായിരുന്നു. അതിൽ നിന്നും ക്രമേണ മേലേക്ക് വന്ന് ഏറ്റവും സ്റ്റെപ്പായി മേലേക്ക് വന്ന് ഏറ്റവും പുറമത്തെ ലെയറിലെത്തി അത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നത്, അതായത് ചാടിപ്പോകുന്നു. ഈ ചാടി പോകുന്ന സമയത്ത് ശരീരത്തിലാണ് അഴുക്കും കാര്യങ്ങളെല്ലാം സ്വന്തം പോകുന്ന രീതിയിലാണ് നമ്മുടെ ശരീരം സെറ്റ് ചെയ്യുന്നത്. ഒരു റിന്യൂയിങ് പ്രോസസ്സ് ഉള്ളത് കൊണ്ട് നമ്മളത് ഉരച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണ ആയേക്കാം.